بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഉണർന്നെഴുന്നേറ്റതിൻ്റെ ശേഷം പരിപൂർണമായ നിലക്ക് ഉദൂ നിർവഹിച്ചു കഴിഞ്ഞ് ആ ഉദൂഇന്റെ ശേഷം നാം ചൊല്ലൽ വളരെയേറെ പുണ്യകരമായ ദിക്റിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ജീവിതത്തിൽ നാം കേൾക്കുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നാം പഠിച്ച ഇൽമ് നമുക്ക് ഉപകാരപ്രദമായി തീരുകയുള്ളൂ എന്നത് ആമുഖമായി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ വീണ്ടും പെടുത്തുകയാണ്. ഉളൂ ചെയ്തു കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിലാണെങ്കിലും ഉളൂ ചെയ്തു കഴിഞ്ഞാൽ നമസ്കാരം പ്രത്യേകമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
പുണ്യകരമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നാം രാവിലെ വുളു ചെയ്തു കഴിഞ്ഞാലും നമുക്കത് നിർവഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹ്സിനു വുളുഅഹു ثم يقوم فيصلي ركعتين مقبل عليهما بقلبه ووجهه إلا وجبت له الجنة. മുസ്ലിമായ ഒരു മനുഷ്യൻ വുളു ചെയ്യുകയും ആ വുളു അവൻ വളരെ നന്നാക്കി നിർവഹിക്കുകയും ചെയ്താൽ, എന്നിട്ടവൻ സുമ്മ യഖൂമു അവൻ നമസ്കരിക്കുന്നു, 2 റക്അത്ത് നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തിൽ അവന്റെ ഖൽബ്, അവന്റെ മുഖം അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ടാണ്. വളരെ ഏകാഗ്രമായ മനസ്സോടെ ശ്രദ്ധയോടെ വുളു ചെയ്തവൻ 2 റക്അത്ത് നമസ്കരിക്കുന്നുവെങ്കിൽ ഇല്ലാ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം അവന് നിർബന്ധമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, മൻ തവല്ല നഹ്വ വുളൂഇ ഹാദാ, എന്റെ ഈ വുളു പോലെ ആരെങ്കിലും വുളു ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണമായ നിലക്ക് നമുക്ക് വുളു എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ രീതിയിൽ പരിപൂർണമായ നിലക്ക് ആരെങ്കിലും അംഗശുദ്ധി വരുത്തുകയും സുമ്മ സ്വല്ലാ റക്അത്തൈനി, പിന്നീടവൻ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ, ആ നമസ്കാരത്തിൽ അവൻ വളരെ ഏകാഗ്രമായ മനസ്സോടുകൂടെയാണ് നിർവഹിച്ചതെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ കാല ചെറുദോഷങ്ങൾ അത് മുഖേന പരിഹരിക്കപ്പെടുന്നതാണ്, പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എപ്പോൾ വുളു എടുത്തു കഴിഞ്ഞാലും വുളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. പ്രവൃത്തി രംഗത്ത് നിന്ന് പലരിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ഒരു സുന്നത്താണത്. എപ്പോ വുളു എടുത്താലും ഒരു 2 റക്അത്ത് നിസ്കരിക്കാം. അത് വളരെയേറെ പുണ്യകരമായ ഒരു സംഗതിയാണ്. നമ്മൾ പല അവസരങ്ങളിൽ നമസ്കാരങ്ങൾക്ക് വേണ്ടി വുളു എടുക്കാറുണ്ട്. അല്ലാതെയും ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു സത്യവിശ്വാസി എപ്പോഴും വുളു നിലനിർത്തുക എന്നത് ഒരു പുണ്യകർമ്മമാണ്. എപ്പോഴും വുളുവോടെ ആയിരിക്കുക. ഒരു വുളു മുറിഞ്ഞാൽ വീണ്ടും വുളു എടുക്കുക. ഇങ്ങനെ എല്ലാ അവസരത്തിലും ഒരു വുളു ഇങ്ങനെ കാത്തു സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക എന്നത് ഒരു സത്യവിശ്വാസി അവന്റെ ഒരു സ്വഭാവമായി സ്വീകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോ വുളു ചെയ്താലും വുളു ചെയ്ത ഉടനെ ഒരു 2 റക്അത്ത് നിസ്കരിക്കുക എന്നതിന്റെ പുണ്യമാണ് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബഹി നിസ്കാര സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ സുബഹിക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ ബിലാൽ, ബിലാലെ ഹദ്ദിസ്നി ബിഅർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം, ബിലാലെ, ഇസ്ലാമിൽ നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വളരെ പ്രതീക്ഷയോടെ, വളരെയേറെ പുണ്യകരമായ ആഗ്രഹത്തോടെ നീ ചെയ്യുന്ന ഒരു അമലെന്താണെന്ന് എന്നോട് പറയൂ. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടാ ചോദിക്കുന്നത്. നബി തങ്ങൾ അങ്ങനെ ചോദിക്കാൻ ഒരു സന്ദർഭമുണ്ട്. മഹാനവറുകൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തേ ബിലാലിനോട് ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ, എന്റെ മുമ്പിൽ സ്വർഗ്ഗത്തിൽ നിന്റെ 2 ചെരുപ്പടികളുടെ ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാലെ. എന്താണ് ഇത്ര കണിശമായി കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രവർത്തനം താങ്കളിൽ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം കേട്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടി, മാ അമിൽതു അമലൻ അർജാ ഇൻദി അന്നി ലം തതഖറ തുഹൂറൻ ഫീ സഅതി ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബ ലീ അൻ സല്ലിയാ. സഹീഹുൽ ബുഖാരിയിൽ വന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി,
നബിയെ, ഞാൻ വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ഞാൻ എപ്പോഴും ചെയ്യുന്ന വളരെ കൃത്യമായി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നോ, അന്നീലം രാത്രിയാവട്ടെ പകലാവട്ടെ ഏതെങ്കിലും ഒരു സമയത്തിൽ ഞാൻ അംഗശുദ്ധി വരുത്തിയാൽ, ഏത് സമയത്താകട്ടെ ഞാനൊരു ഉളു എടുത്തു കഴിഞ്ഞാൽ, ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബ ലി അൻ നുസല്ലിയ, അതെ, ഞാൻ ആ ശുദ്ധി കൊണ്ട് എനിക്ക് കണക്കാക്കിയ നിസ്കാരം ഞാൻ നിർവഹിക്കാറുണ്ട്. അഥവാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത, എപ്പോൾ വുളു ചെയ്താലും മഹാനവറുകൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അപ്പൊ വുളു എടുത്തു കഴിഞ്ഞാൽ, ഏത് സമയത്താണെങ്കിലും നമുക്ക് വുളു എടുത്തു കഴിഞ്ഞാൽ, നിസ്കാരം വിരോധിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്കങ്ങനെ വുളു എടുത്തു കഴിയുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ, ആ നിസ്കാരം മുഖേന അവന്റെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു, മുഖം തിരിച്ചിരിക്കുന്നു. അവന്റെ മനസ്സ് വളരെ ഏകാഗ്രമായ നിലക്കാണ് ചെയ്യുന്നതെങ്കിൽ അവന് സ്വർഗം നിർബന്ധമാണ്, അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നിങ്ങനെ അതിന്റെ പുണ്യമത സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഉളുവെടുത്ത് വന്ന ഉടനെ, പുറത്തേക്കിറങ്ങിയ ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുക, അതിന് വലിയ പുണ്യമുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ആ നിസ്കാരം കഴിഞ്ഞ് ഫജർ ആയിട്ടില്ല, അപ്പോൾ ഫജറിന്റെ മുമ്പ്, ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് നമുക്കതാ കുറച്ച് സമയം കിട്ടുകയാണ്. ആ കിട്ടുന്ന നേരത്തതാ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, ആ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ രാത്രി നമസ്കാരത്തിന് കൈകെട്ടി നിന്നാൽ അവിടുന്ന് എന്താ ഒരു പ്രത്യേക പ്രാർത്ഥന പറയും, ഒരു പ്രത്യേക പ്രാർത്ഥന. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്കുള്ള കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ എഴുന്നേറ്റ് ഫജറിന്റെ സമയമായിട്ടില്ല, ഒരു 10 മിനിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അരമണിക്കൂറുണ്ട്, അങ്ങനെ നമ്മൾ ഉളുവൊക്കെ എടുത്ത് ശുദ്ധിയായി അങ്ങനെ നമ്മളതാ രാത്രിയിലെ നിസ്കാരത്തിന് കൈകെട്ടി നിന്നാൽ, നമ്മൾ സാധാരണ ഫർദ് നമസ്കാരത്തിന് പ്രാരംഭ പ്രാർത്ഥനയായിക്കൊണ്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള എന്ന ദിക്ർ പറയാറുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി എന്ന പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രിയിലുള്ള ഈ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നേരത്ത്, ആ സുന്നത്തായ നിസ്കാരത്തിൽ, അതല്ലെങ്കിൽ രാത്രിയിലെ ആ ഖിയാമുൽ ലൈൽ അവിടുന്ന് ആരംഭിക്കുമ്പോൾ, ആ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നേരത്തതായി ഇദാ ഖാമ മിനൽ ലൈലി കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി ഇഫ്തതഹ സ്വലാത്തഹു, അവിടുത്തെ നിസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ അവിടുന്ന് എന്താ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നിസ്കാരത്തിന് വേണ്ടി രാത്രിയിൽ ഫജറിന്റെ മുമ്പ് നിസ്കരിക്കാനുള്ള അവസരത്തിൽ, രാത്രിയിലെ ആ തഹജ്ജുദിൽ അല്ലെങ്കിൽ ആ ഉണർന്നെഴുന്നേറ്റുള്ള നിസ്കാരത്തിൽ കൈകെട്ടി നിന്ന് കഴിഞ്ഞ് ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പായി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദുആ നിർവഹിക്കുന്നു. ഇത് നമ്മൾ പഠിക്കണം. പഠിക്കാൻ മാത്രമല്ലാതെ നിർവഹിക്കാൻ മാത്രമല്ലാതെ മനസ്സറിഞ്ഞു പറയണം. എന്താണതിൽ അല്ലാഹുവോട് കൈകെട്ടി നിന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരം, ആ നേരത്തെ ഉണർന്നെഴുന്നേൽപ്പ് തന്നെയും വല്ലാത്തൊരു മനസ്സിന്റെ സന്തോഷമുള്ള നേരമാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീലാ. ഖുർആൻ വളരെ പ്രശംസിച്ച നേരമാണത്. ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് നമ്മൾ എഴുന്നേറ്റ് നിസ്കാരത്തിലാണ്.
ഫജറായിട്ടില്ല, സുബഹിയായിട്ടില്ല. അതേ ആ നിസ്കാരത്തിൽ അള്ളാന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്രാഫീൽ. ജിബ്രീലിന്റെയും മീകായീലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബായ അല്ലാഹുവേ. അല്ലാഹുവോട് പറയാണ്, ജിബ്രീലിന്റെയും മീകായീലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബായ അല്ലാഹ്, ഫാത്തിറസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളെ മുൻ മാതൃക കൂടാതെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ റബ്ബേ, ആലിമൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്ന ആലിമായ അല്ലാഹ്, മറഞ്ഞതും തെളിഞ്ഞതും എന്ന വ്യത്യാസമില്ലാതെ എല്ലാം വളരെ കൃത്യമായി അറിയുന്ന റബ്ബേ, അന്ത തഹ്കുമു ബൈന ഇബാദിക, നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ തീരുമാനമെടുക്കുന്നത്. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവരേതൊക്കെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലാണോ, അവരേതൊക്കെ കാര്യങ്ങളിൽ ഭിന്നതയിലാണോ, അവരേതൊക്കെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലാണോ, അതിൽ തീരുമാനമെടുക്കുന്നത് നീയാണ്. അതുകൊണ്ട് ഇഹ്ദിനീ, നീ എന്നെ നയിക്കണേ അല്ലാഹ്, ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ്, അഭിപ്രായ വ്യത്യാസമുള്ള എന്തെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, ഏത് അഭിപ്രായ വ്യത്യാസം എന്തിലുണ്ടെങ്കിലും അതിൽ ഹഖ് ഒന്നുണ്ടാകുമല്ലോ, ബാത്തിൽ വേറെയും ഉണ്ടാകുമല്ലോ റബ്ബേ. അതിൽ ഹഖിലേക്ക് നീ എന്നെ നയിക്കണേ, ഹഖിലേക്ക് നീയാണ് എന്നെ നയിക്കേണ്ടത്. ബീദിനിക്കാ, നിന്റെ അനുവാദപ്രകാരം, ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നീ ഉദ്ദേശിക്കുന്നവരെ നീ വഴി നടത്തുന്നവനല്ലയോ. അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് അതേ പറയേണ്ട പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥന. അതേ നമ്മളൊക്കെയും രാവിലെ എഴുന്നേറ്റ് രാത്രി നമസ്കാരത്തിന് ചാൻസ് കിട്ടുമ്പോൾ കൈകെട്ടി നിന്ന് അതേ വളരെ പൂർണ്ണമായ നിലക്ക് വുദൂ ചെയ്ത് മനസ്സ് വളരെ കൃത്യമായി റബ്ബിലേക്ക് തിരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് കൈകെട്ടി നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? അതേ ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, ജിബ്രീലിന്റെയും മീകായീലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബേ, ദൃശ്യങ്ങളും അദൃശ്യങ്ങളും ഒരുപോലെ അറിയുന്ന റബ്ബേ, നിന്റെ അടിമകൾക്കിടയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാണ് ലോകത്തുള്ളത്, അതിലെയൊക്കെ ഏതാണ് ശരിയെന്ന്, അതിലെ ഹഖേരെന്ന് തീരുമാനിക്കുന്നവൻ നീയാണല്ലോ. അതുകൊണ്ട് നീ എന്നെ എന്ത് ചെയ്യണം? നീ എന്നെ ഈ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിലൊക്കെ ഹഖിലേക്ക് നീ എന്നെ ചേർക്കണം. ഏതൊക്കെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ റബ്ബേ, അതിൽ നീ ഞങ്ങളെ നേരിന്റെ പാതയിലേക്ക് നീ ഞങ്ങളെ ചേർത്ത് തരണം. നീയാണല്ലോ മുസ്തഖീമായ റൂട്ടിലേക്ക് നീ ഉദ്ദേശിക്കുന്നവരെ നീയാണല്ലോ നയിക്കുന്നത്. ഇത് പ്രാർത്ഥിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. അതേ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, പടച്ച റബ്ബേ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ലോകം എന്ന് വന്നുവോ അന്ന് മുതൽക്ക് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരുകയുമില്ല. ലോകത്ത് ഒരേ അഭിപ്രായമുള്ള ഒരു കാലഘട്ടം വരില്ല. പക്ഷേ മുസ്ലിമിനൊരു ഉത്തരവാദിത്തമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ നിൽക്കുകയല്ല. അതല്ലെങ്കിൽ ഒന്നും പഠിക്കാത്ത ജാഹിലായിക്കൊണ്ട് അതേ ഒരു കാര്യത്തെക്കുറിച്ച് വിവരമില്ലാതെ, വിവരമുള്ളവര് പറയുന്നത് കേൾക്കാൻ പോലും കഴിയാതെ, ആ നിലക്ക് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതെ വെറുതെ അതും ഇതും പറയലുമല്ല മുസ്ലിമിന്റെ ഡ്യൂട്ടി. ഒരാളെ കാഫിർ എന്ന് പറയലല്ല, ഒരാളെ മുശ്രിക് എന്ന് വിളിക്കലല്ല, ഏതെങ്കിലും മറ്റേതെങ്കിലും പേരിൽ ഒരാളെ അഭിസംബോധന ചെയ്യലുമല്ല. മറിച്ച് അള്ളാഹുവിനോടവൻ തേടുന്നു. അള്ളാഹ് അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്തൊരുപാടുണ്ട്. ഇതിൽ ഹക്കായ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണേ. കാരണം നീയാണല്ലോ നീ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നവൻ. ആ പ്രാർത്ഥന നിരന്തരമായി നടത്തുകയും പ്രാർത്ഥനക്കനുസരിച്ചുകൊണ്ട് കാര്യങ്ങളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്താൽ ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തു തന്നെ നിലനിൽക്കുന്നുവെങ്കിലും ഹഖിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. ഇത് മുസ്ലിം അവന്റെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിലേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇത് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. ഇതറിഞ്ഞുകൊണ്ട്
പ്രാർത്ഥിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. ആ നിലക്കതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരും ഇനി അതാ നമ്മുടെ രാത്രിയിലെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയെ അറിയാത്തവരുണ്ടെങ്കിൽ മനഃപ്പാഠമാക്കണം, അതിന്റെ അർത്ഥം പഠിക്കണം, അതിന്റെ ആശയം ഗ്രഹിക്കണം, എന്നിട്ട് റബ്ബിനോട് തേടണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി സഹോദരന്മാരെ, അതെ, ഇനി നമ്മളതാ എന്ത് ചെയ്യണം? ഫജ്റിൻ ബാങ്ക് വിളിച്ചു കഴിഞ്ഞു. ഫജ്ർ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ സുന്നത്തുള്ളത് എന്താണ്? ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണ്. അതേ, എത്രത്തോളം ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന് അലംഭാവത്തോടുകൂടി മാറ്റിവെച്ച ഒരു കാലഘട്ടമാണ്. അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പലതിനെയും മാറ്റിവെക്കുന്നത്. ഈ സുന്നത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും പരലോകത്താണ് നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെ അതിന്റെ മഹത്വവും പുണ്യവും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിനി സുന്നത്തായ അമല് ചെയ്യാൻ നമുക്കാർക്കും അവസരം കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ചെയ്തോളണം. ഫജ്റിന്റെ 2 റക്അത്ത് നിസ്കാരം അടക്കമുള്ള ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്തിനാ? നാളെ മഹ്ശറിലെത്തുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അവ്വല മാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമ മിൻ അമാലിഹിം അസ്സലാ. മനുഷ്യന്മാര് പരലോകത്ത് മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് മിൻ അമാലിഹിം, അവരുടെ കർമ്മങ്ങളിൽ നിന്ന്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവൻ ചെയ്ത കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി വിചാരണക്കെടുക്കപ്പെടുന്ന കാര്യം അസ്സലാ, നിസ്കാരമാണ്. 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ചാണ് നമ്മുടെ അമലുകളിൽ നിന്ന് ആദ്യം വിചാരണ നേരിടേണ്ടി വരുന്നത്. അല്ലാഹു അതാ മലക്കുകളോട് പറയും. അല്ലാഹുക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കുകയല്ല, മലക്കുകളോടവൻ ചില പ്രത്യേകമായ തീരുമാനങ്ങൾ അവരോട് എടുക്കാൻ പറഞ്ഞു. അവരോട് പറയുന്നു, ഉൻളുറൂ ഫീ സ്വലാത്തി അബ്ദീ, എന്റെ അടിമയുടെ നിസ്കാരം നിങ്ങളൊന്ന് പരിശോധിക്കൂ. എന്റെ അടിമയുടെ 5 നേരത്തെ നിസ്കാരം, ഫർള് നിസ്കാരങ്ങളൊന്ന് നോക്കി പരിശോധിക്കും. അതമ്മഹാ അം നഖസഹാ, അതയാൾ പരിപൂർണമായി നിർവഹിച്ചിട്ടുണ്ടോ അതോ അതിൽ വല്ല കമ്മിയും വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. ഫൈൻ കാനത്ത് താമ്മത്തൻ, അതി പരിപൂർണമായ നിലക്കാണെങ്കിൽ കുത്തിബത്ത് ലഹു താമ്മ, അയാൾക്കതൊരു പരിപൂർണ നിസ്കാരത്തിന്റെ പ്രതിഫലമായിട്ട് അവിടെ കാണപ്പെടും, എഴുതപ്പെടും. വൈൻ കാനൻ തഖസ മിൻഹാ ശൈഅൻ, വല്ലതും കമ്മിയുണ്ടെങ്കിൽ, അഥവാ 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചതിൽ വല്ല പോരായ്മയും വന്നിട്ടുണ്ടെങ്കിൽ, അറിയാതെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു മലക്കുകളോട് ഓർഡർ കൊടുക്കുന്നു, ഉൻളുറൂ ഹൽ യബ്ദീ മിൻ തതവ്വുഇൻ, നോക്കൂ എന്റെ അടിമക്ക് വല്ല സുന്നത്ത് നിസ്കാരങ്ങളുമുണ്ടോ, സുന്നത്ത് നിസ്കാരങ്ങൾ വല്ലതും എന്റെ അടിമക്കുണ്ടോ. ഫഇൻ കാന ലഹു തതവ്വുഉൻ, സുന്നത്ത് നിസ്കാരങ്ങൾ ആ മനുഷ്യനുണ്ടെങ്കിൽ അല്ലാഹു പറയും, മത്തിമ്മൂ ലിഅബ്ദീ ഫരീളതഹു മിൻ തതവ്വുഇഹി, അയാളുടെ നിസ്കാരത്തിന്റെ, അതേ ഫർള് നിസ്കാരത്തിന്റെ എവിടെയെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ സംഭവിച്ചത് അയാൾ നിർവഹിച്ച സുന്നത്തായ നിസ്കാരങ്ങൾ കൊണ്ട് നിങ്ങൾ പരിഹരിക്കുവീൻ, അതിന്റെ കമ്മി ഇത് മുഖേന നികത്തുവീൻ എന്ന മലക്കുകളോട് അല്ലാഹു ഓർഡർ നൽകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ വാസ്തവത്തിൽ സ്വർഗത്ത് കിടക്കാൻ 5 നേരം നിസ്കരിച്ചാ പോരെ, മതി. ഒരു അറാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കേണ് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ പറ്റി പറഞ്ഞു കൊടുത്തു, 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, നോമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ അറാബി പോകുമ്പോ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതിൽ ഒന്നും കൂട്ടൂല്ല കുറക്കൂല, ഞാൻ തന്നെ ചെയ്യും, 5 നേരം നിസ്കരിക്കും, റമളാനിൽ നോമ്പെടുക്കും, ഞാൻ തന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ ഇൻ സദഖ, പറഞ്ഞ സത്യമാണെങ്കിൽ അയാൾ വിജയിച്ചു, പറഞ്ഞ സത്യമാണെങ്കിൽ. അപ്പൊ സ്വർഗത്തിൽ പോകാൻ 5 നേരത്തെ നിസ്കാരം പോരെ? സുന്നത്ത് വേണമെന്നുണ്ടോ? വേണമെന്നില്ല. റമളാൻ മാത്രം, നോമ്പ് മാത്രം പോരെ? വേണം, മതി, അത് മാത്രം ഒരു സുന്നത്ത് നോമ്പ് വേണമെന്നുണ്ടോ? വേണമെന്നില്ല. പക്ഷേ 5 നേരത്തെ നിസ്കാരം ഉണ്ടായിരിക്കണം. റമളാൻ നോമ്പിന്റെ പ്രതിഫലം പൂർണ്ണമായി അയാൾക്ക് കിട്ടിയിരിക്കണം.
അത് കിട്ടുമോ? നമുക്കൊക്കെ എന്താ ഉറപ്പുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിന് നമ്മൾ കൈകെട്ടി നിന്നാൽ 100 കൂട്ടം ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത്. നിസ്കാരത്തിൽ നിന്നൊരാൾ പിരിഞ്ഞു പോകുമ്പോ 10-ലൊന്നും 9-ലൊന്നും 8-ലൊന്നും 7-ലൊന്നും 6-ലൊന്നും 5-ലൊന്നും 4-ലൊന്നും 3-ലൊന്നും പകുതിയുമൊക്കെ പ്രതിഫലം കൊണ്ടാണ് പലരും മടങ്ങുന്നത്. മുഴുവൻ കിട്ടിയവരാരും പറഞ്ഞിട്ടില്ല. 10-ലൊന്ന് കിട്ടിയവര്, 9-ലൊന്ന് കിട്ടിയവര്. എന്താ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ ആ ഏകാഗ്രതയും ആ തഖ്വയും ആ ഖുശൂഅൊക്കെ പരിഗണിച്ച് ഖൽബ് നോക്കിയിട്ടാണ് അല്ലാഹ് അവിടെ കൂലി നിർണയിക്കുന്നത്. അതിന് ഇവിടെ സംവിധാനമില്ല. ഒരു പള്ളിയിൽ ഒരേ ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുന്ന ആയിരങ്ങൾ 1000 രൂപത്തിലായിരിക്കും മഹ്ശറിൽ അതിന്റെ കൂലി കൊടുക്കപ്പെടുന്നത്. നോക്കുമ്പോൾ കാഴ്ചയിൽ ഒരേ നിസ്കാരമാണ്. പക്ഷേ ഓരോരുത്തരും നിസ്കരിക്കുമ്പോ അവന്റെ മനസ്സെവിടെയായിരുന്നു? എത്രത്തോളം അവൻ റുക്കൂ സുജൂദ് പാലിച്ചിട്ടുണ്ട്, തുമഅനീനത്ത് പാലിച്ചിട്ടുണ്ട്, അടക്കവും ഒതുക്കവും പാലിച്ചിട്ടുണ്ട്, നിസ്കാരത്തിന്റെ മര്യാദകൾ പാലിച്ചിട്ടുണ്ട്, ഖുശൂഅ് എത്രത്തോളം അവന്റെ ഖൽബിലുണ്ടായിട്ടുണ്ട്, അതറിയുന്നവൻ റബ്ബ് മാത്രമാകുന്നു. അതിനനുസരിച്ച് അവിടെ കൂലി. അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കാൻ നമ്മൾ കണക്കൂട്ടെ. ഞാൻ 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്, ഓർമ്മ വെച്ച നാൾ മുതലൊന്നും ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ഇതിന് പരലോകത്തെത്തുമ്പോ ഇതിന് വെയിറ്റ് ഉണ്ടാകുമോ? ഇതിന്റെ പ്രതിഫലം പൂർണ്ണമായി നമുക്ക് കിട്ടാൻ മാത്രം കറകളഞ്ഞ നിസ്കാരമായോ? അങ്ങനെയുള്ള ഘട്ടത്തിലാണ് അതേ അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകളോട് പറയുന്നു, ഈ മനുഷ്യൻ നിർവഹിച്ച നിസ്കാരങ്ങളിൽ എവിടെയെങ്കിലും വല്ല കമ്മിയും പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തി നിസ്കരിച്ച സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ അത് പരിശോധിക്കൂ. ഉണ്ടെങ്കിൽ ആ നിസ്കാരത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ ഈ നിസ്കാരങ്ങൾ കൊണ്ട് നിങ്ങൾ പരിഹരിക്കൂ, അതിന്റെ കമ്മി ഇതുകൊണ്ട് നികത്തൂ എന്ന് മലക്കുകളോട് അല്ലാഹു തആല ഓർഡർ നൽകുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതറിയുന്ന എനിക്കും നിങ്ങൾക്കും ഇനി നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാൻ കഴിയുമോ? സ്വന്തത്തോട് ചോദിക്ക്. എന്ത് നിലക്കാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കാതെ മാറ്റിവെക്കുന്നത്? എത്ര സുന്നത്ത് റവാത്തിബുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫജറിന്റെ തൊട്ട് മുമ്പ് ബാങ്ക് വിളിച്ച ഉടനെ ഫജറിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത്, മഗ്രിബിക്ക് ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, അങ്ങനെ അതാ 12 റക്അത്തുകൾ വളരെ കൃത്യമായി മുഅക്കദായ സുന്നത്തായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ചോദിച്ചു നോക്കൂ, സ്വന്തത്തോട് നിർവഹിക്കാറുണ്ടോ? നമ്മൾ നിർവഹിക്കാറുണ്ടോ? നമുക്കൊരു അലംഭാവാണ്. എന്താ? അത് സുന്നത്തല്ലേ, അതിപ്പോ ഒരു സുന്നത്തല്ലേ. എന്താ സുന്നത്ത്? നമ്മൾ പണ്ടേ ഒരു എക്സ്ക്യൂസ് പഠിച്ചു വെച്ചു. എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യം. അപ്പൊ ശിക്ഷയൊന്നുമില്ല, എടുത്താൽ വേണ്ടവർക്ക് എടുക്കാം, എടുത്തവനക്ക് കൂലിയുണ്ട്, അല്ലാത്തവനക്ക് ഇപ്പൊ എന്താ? നമ്മളിങ്ങനെ എല്ലാം തികഞ്ഞ മട്ടിലാണ് നമ്മൾ വലിയ ഉറപ്പിലിരിക്കുക. ഞാൻ 5 നേരം നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അതവിടെ സ്വീകരിക്കുമെന്ന് എന്താ ഉറപ്പ്? അതാണ് പറയുന്നത്. അത് കൃത്യമായി നിർവഹിക്കുന്ന, അത് കണിശമായി നിർവഹിക്കുന്ന നമ്മൾ തന്നെ പരലോകത്ത് നമ്മുടെ 5 നേരത്തെ നിസ്കാരത്തിന് എത്രത്തോളം സ്വീകാര്യത കിട്ടിയില്ലേ എന്ന് നമുക്കറിയില്ലല്ലോ. അതിൽ വന്ന പോരായ്മകൾ പരിഹരിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ കർമ്മരേഖയിൽ ഇല്ലെങ്കിൽ എന്തെടുത്തിട്ടാണ് അവിടെ പരിഹരിക്കപ്പെടുക? ഈ ഒരു പേടി നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ തനിയെ നിസ്കാരത്തിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ ഉണ്ടാവും, സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിലും ശ്രദ്ധ ഉണ്ടാവും. അതുകൊണ്ട് ഈ സുന്നത്ത് നിസ്കാരങ്ങള് നമ്മുടെ ഫർദ് നിസ്കാരത്തിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കാനുള്ള ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമുക്ക് പിന്നെ അതൊരു സുന്നത്ത് നിസ്കാരമല്ലേ എന്ന ലാഘവ ബുദ്ധിയോടുകൂടി തള്ളാനോ മാറ്റിവെക്കാനോ ഉദാസീന നയം കൈക്കൊള്ളാനോ പിന്നെ സാധിക്കില്ല. അതുകൊണ്ട് അതിലൊരു കണിശമായ ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ, എന്റെ നിസ്കാരമൊക്കെ പലപ്പോഴും റബ്ബേ പലയിടത്തുമാണ് എന്റെ മനസ്സ്. ആ നിസ്കാരത്തിന്റെ പോരായ്മകൾ നികത്താനും കമ്മി നികത്താനും
എന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ എനിക്ക് നാളെ പരലോകത്ത് കാരണമായെങ്കിൽ എന്ന പ്രതീക്ഷയോടെ രാവിലെ എഴുന്നേൽക്കാൻ കിട്ടുന്ന ആദ്യത്തെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം മുതൽ തന്നെ അതിന്റെ കണിശതയോടെ നമ്മൾ തുടങ്ങണം. അതാണ് ഫജ്റിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫജ്ർ നമസ്കാരം ഫർദ് നിസ്കരിക്കുന്നതിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. ആ സുന്നത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിസ്കാരത്തെ പറ്റി എന്താ പറഞ്ഞത്? റകഅത്താൽ ഫജ്രി ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഫജ്റിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ഖൈറുൽ ലക, മനുഷ്യ നിനക്ക് ഏറ്റവും ഖൈറായതാണ്. മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും. സുബ്ഹാനല്ലാഹ്, ഈ ലോകം അതിലുള്ളത്, ഈ ഐഹികമായ ലോകത്തിൽ എന്തൊക്കെയാണുള്ളത്? എത്രമാത്രം സൗകര്യങ്ങളുടെ ലോകമാണ് ദുന്യാവ്. ആ ദുന്യാവിലുള്ള മുഴുവത്തിനേക്കാളും നിനക്ക് ഖൈറാണ് ഈ 2 റക്അത്ത് നിസ്കാരം എന്ന് വരുമ്പോൾ എത്ര പേരതിൽ കണിശത പുലർത്താറുണ്ട്? എത്ര പേരാ സുന്നത്ത് ഫജ്റിന്റെ സുന്നത്ത് നിസ്കരിക്കാറുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയുടെ ഘട്ടത്തിൽ നമുക്കൊരു ഇളവ് നൽകിയിട്ടുണ്ട്. അതെന്താ? യാത്രക്കാരൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. 4 റക്അത്തുള്ളത്, 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി നിസ്കരിക്കുന്നു. അതിന് ഖസ്ർ എന്നാണ് പറയുക. 2 നേരത്തെ നിസ്കാരം ഒരു ടൈമിലേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂട്ടിയോജിപ്പിക്കാനും ഇളവുണ്ട്. ളുഹറും അസറും തമ്മിലേ ആ ഇളവുള്ളൂ. മഗ്രിബും ഇശാവും തമ്മിലേ ആ ഇളവുള്ളൂ. അസറും മഗ്രിബും തമ്മിൽ ഇളവില്ല. ളുഹറും അസറും തമ്മിൽ കൂട്ടി നിസ്കരിക്കാം, മഗ്രിബും ഇശാവും തമ്മിൽ കൂട്ടി നിസ്കരിക്കാം. 4 മാത്രമേ ചുരുക്കാൻ പറ്റൂ. 3 മഗ്രിബി ചുരുക്കലില്ല, 2 സുബഹിയും ചുരുക്കലില്ല. സുബഹി നിസ്കാരത്തെ മുന്നോട്ടോ പിന്നോട്ടോ കൂട്ടിയോജിപ്പിക്കാൻ വകുപ്പുമില്ല. സുബഹിയും ഇശാവും ജമ്മാക്കുക, സുബഹിയും ളുഹറും ജമ്മാക്കുക എന്ന പരിപാടിയും ഇസ്ലാമിലില്ല. പക്ഷേ പലരും ഒരു സൗകര്യമായി കണ്ടു എന്ത്? സുബഹിയും ളുഹറും അവര് ജമ്മു ചെയ്യുന്നത് കാണാം. പള്ളിയിൽ പോയിട്ട് ളുഹർ നിസ്കരിക്കാൻ കയറിയ കാണാം ചില ചങ്ങായിമാർ ഇങ്ങനെ 2ാമത്തെ റക്അത്തിലും ഖുനൂത്തോതാണ്. ഖുനൂത്തോതാത്തോന്നൊരു സൗകര്യം ഉണ്ടോ സുന്നത്ത് നിസ്കരിക്കാന്ന് വിചാരിച്ചോട്ടെ. 2ആയാലും വകുപ്പില്ല. ഫജ്ർ നിസ്കാരം ഇശായുടെ സമയത്തേക്ക് മുന്നോട്ട് ജമ്മ് ചെയ്യുവാനോ ളുഹറിന്റെ സമയത്തേക്ക് പിന്തിച്ച് ജമ്മാക്കുവാനോ വകുപ്പില്ലാത്ത നിസ്കാരമാണ്. അപ്പൊ ഈ അളവ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള യാത്ര, ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു, റവാത്തിബ് സുന്നത്തുകൾ നിങ്ങൾ യാത്രയിൽ നിർവഹിക്കാതിരിക്കലാണ് പുണ്യം. യാത്രയിൽ നിങ്ങൾ 4 റക്അത്തുള്ള ളുഹർ ചുരുക്കിയിട്ട് 2ആക്കല്ലേ, 4 റക്അത്തുള്ള അസർ ചുരുക്കി 2ആക്കല്ലേ, 4 റക്അത്തുള്ള ഇശ ചുരുക്കി 2ആക്കല്ലേ. അപ്പൊ പിന്നെ നിങ്ങൾ യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? റവാത്തിബ് സുന്നത്തൊന്നും പിന്നെ നിങ്ങൾ നിസ്കരിക്കാതിരിക്കലാ കൂലി. അപ്പൊ നിങ്ങൾ യാത്രക്കടിയിലും ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണ്ട, ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണ്ട, മഗ്രിബിക്ക് ശേഷമോ ഇശാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണ്ട. അങ്ങനെയുള്ള കാര്യത്തിൽ ഇളവ് നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ ഒരു റവാത്തിബ് സുന്നത്ത് നിസ്കാരം യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ഒരു കാലത്തും ഒഴിവാക്കിയിട്ടില്ല. ആ നിസ്കാരമാണ് ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത്. ആ യാത്രയിലും നബി എടുത്തിട്ടുണ്ട്. യാത്രയിലാണെങ്കിലും ആ സുന്നത്ത് നബി നിസ്കരിച്ചിട്ടുണ്ട്. ആ റവാത്തിബ് സുന്നത്തുകൾ യാത്രക്കാരന് വേണ്ടാന്ന് പറഞ്ഞതിൽ ഒഴിവാണേത്? ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത്. അത് എപ്പോഴും വേണം. അത്രയാണ് അതിന്റെ പുണ്യം. മഹാഭൂരിപക്ഷവും അത് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യാത്തവരാണ് അധികവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം എത്രത്തോളം പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ? അവിടുന്നതാ ഏത് സന്ദർഭത്തിലാണെങ്കിലും അതെ, അവിടുന്ന് ഫജ്റിന്റെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരം എവിടുന്നാ നിർവഹിക്കേണ്ടത്? വീട്ടിൽ നിന്നാ നിർവഹിക്കേണ്ടത്. നമ്മളൊരു ദിവസം പറയണേ, രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഫജ്ർ നിസ്കാരത്തിന് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നതിന്റെ മുമ്പേ ആ 2 റക്അത്ത് നിസ്കാരം നമ്മുടെ വീട്ടിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് സമൂഹം എടുത്തൊഴിവാക്കിയ ഒരു സുന്നത്തിൽപ്പെട്ടതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല സമ്പ്രദായങ്ങളും സമൂഹം ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയതിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിലേക്ക് മാറ്റണം എന്നാണ്, പള്ളിയിൽ നിന്നല്ല. പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാളും ഈ രൂപത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും പുണ്യം. ചില സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചല്ല, പുറത്താണ് നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവ ഒഴികെയുള്ള നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത്. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, ഗ്രഹണ നിസ്കാരം, തഹിയ്യത്ത് പള്ളിയിൽ കയറിയാലുള്ള നിസ്കാരം, അതേപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം, ഈ നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കലല്ല, പുറത്തു വെച്ച് നിർവഹിക്കലാണ് പുണ്യം. അതേ അവസരത്തിൽ ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമൊക്കെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളും, രാത്രിയിൽ റമളാനല്ലാത്ത കാലത്തുള്ള നമ്മുടെ രാത്രി നിസ്കാരങ്ങളും, ളുഹാ നമസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങളും അവനവൻ താമസിക്കുന്ന റൂം ഏതാണോ അവിടെ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും പുണ്യമുള്ളത്. സമൂഹം അത് മനസ്സിലാക്കിയിട്ടില്ല, പലരും അത് ചെയ്യുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നു പള്ളിയിൽ പോയി നിസ്കരിക്കലല്ലേ പുണ്യം. അല്ല, പള്ളിയിൽ നിസ്കരിക്കലല്ല പുണ്യം. നമ്മൾ മനസ്സിലാക്കണം, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 പ്രതിഫലമുള്ള മക്കത്തെ പള്ളി, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 മടങ്ങ് പ്രതിഫലമുള്ള മദീനത്തെ പള്ളി. ആ രണ്ട് സ്ഥലങ്ങളിലും ഉള്ള സഹാബിമാരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത്? ഖൈറു സലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ ഏറ്റവും ഖൈറായ നിസ്കാരം അവന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ്, ഫർള് നിസ്കാരം ഒഴികെ. ഫർളല്ലാത്ത ഈ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് പുണ്യം. നബി തങ്ങൾ എവിടുന്നാ പറയണത്? 1,00,000 മടങ്ങ് പ്രതിഫലമുള്ള മക്കത്താരോടും 1000 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന മദീനത്തെ പള്ളി എന്നുമാണ് പറയുന്നത്. നിങ്ങൾ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യം എന്ന് ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ സമ്പ്രദായം നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും വലാ തത്തഖിദൂഹാ ഖുബൂറാ. അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിക്കുന്നു, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നിർവഹിക്കണം. മിൻ സ്വലാത്തികും, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് ഒരു വിഹിതം നിങ്ങളുടെ വീടുകളിലേക്ക് മാറ്റണേ. വലാ തത്തഖിദൂഹാ ഖുബൂറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളെ ആക്കരുത്. വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. ഖബർസ്ഥാനിലെ നിസ്കാരമല്ലല്ലോ, മക്ബറയിൽ നിസ്കാരമല്ല. പള്ളിക്കാട്ടിലൊരാ ആയിരങ്ങളെ മറവിട്ട് കിടക്കുന്ന ഖബർസ്ഥാനിൽ നിസ്കാരമുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ജനാസ മറപാടുന്ന സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാതെ വന്നുവെങ്കിൽ ആ മനുഷ്യൻ അവിടെ വെച്ച് ജനാസ നിസ്കരിക്കൽ ഇളവുണ്ട്, അനുവദിച്ചിട്ടുണ്ട് എന്നതല്ലാത്ത ഒരു നിസ്കാരം, സുജൂദുള്ള ഒരു നിസ്കാരം, റുകൂഉള്ള ഒരു നിസ്കാരം മഖ്ബറയിലില്ലല്ലോ. അതുകൊണ്ട് മഖ്ബറകളിൽ നിസ്കാരമുണ്ടാവില്ല, ശ്മശാനങ്ങളിൽ നിസ്കാരമുണ്ടാവില്ല, ഖബർസ്ഥാനിൽ നിസ്കാരമുണ്ടാവില്ല. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ആക്കരുത്. നിങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. തീരെ നിസ്കാരം നടക്കാത്ത ഖബർസ്ഥാന് പോലെ നിങ്ങളെ വീടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഖുർആനോത്തും വേണം, നിസ്കാരവും വേണം. അതേ ശൈത്താനെ പുറത്താക്കാനുള്ള ഏർപ്പാടാണത്. ശൈത്താൻ വരണ്ടോടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ ഓടുന്ന ഭവനം, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്, ശൈത്താൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ്. കാരണം ആ ഓടുന്ന ഖുർആൻ ശൈത്താന് കേൾക്കുകയാണ്, അവനത് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ പറയണത് ശൈത്താൻ കേൾക്കുമെന്ന് പറഞ്ഞാൽ ശിർക്കാവും എന്ന് പറയുന്ന കാലാപ്പ്. നമ്മൾ പറയണത് ശൈത്താൻ കേൾക്കുമെന്ന് പറഞ്ഞാൽ ശിർക്കാവും. അതേ അവസരത്തിൽ നമ്മളെ വീട്ടിൽ ഖുർആൻ ഓടുന്നത് മുഹയ്യിദ്ദീൻ ശൈഖ് കേൾക്കുമോ? അമ്പർത്ത തങ്ങൾ കേൾക്കുമോ? കേൾക്കില്ല, അവർ മരണപ്പെട്ടു പോയി. അതേ അവസരത്തിൽ നമ്മോടൊപ്പം തന്നെയുള്ള നമ്മെ പിഴപ്പിക്കാൻ നടക്കുന്ന ശൈത്താൻ പിശാച്, നാം ഓടുന്ന ഖുർആൻ അവൻ കേൾക്കുന്നു, നാം ദിക്ർ ചൊല്ലുമ്പോൾ അവൻ കേൾക്കുന്നു. അതുകൊണ്ടാണ് അവൻ അകന്നകന്ന് പോകുന്നത്. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ അവൻ കേൾക്കുന്നു, അതുകൊണ്ടാണ് ആ ബാങ്ക് കേൾക്കാത്ത ദൂരം വരേക്കും അവൻ ഓടുന്നത്. എന്റെ കേൾവിക്കൊരു പരിധിയുണ്ട്, ആ പരിധിക്ക് അപ്പുറത്തേക്കും പോകും. ബാങ്ക് കേൾക്കണ്ടോന്നും പറഞ്ഞിട്ട് ശിർക്ക് ശൈത്താൻ കേൾക്കൂല.
എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ യാഥാർത്ഥ്യമാണ്. ഇത് നോക്കിക്കോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അതേ, നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങളപ്പോ എന്താക്കരുത്, വീടുകൾ ഖബർസ്ഥാനുകളെ പോലെ ആക്കരുത്. അവിടെ നിങ്ങൾ നിസ്കാരത്തിൽ നിന്നൊരു വിഹിതം മാറ്റിവെക്കണം. ഫസല്ലു അയ്യുഹന്നാസ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ജനസമൂഹത്തോട് പഠിപ്പിക്കുന്നു, ഓ ജനങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്ന അഫ്ദലസ്സലാ, നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി, തന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. ഇല്ലൽ മക്തൂബ, നിർബന്ധ നിസ്കാരങ്ങൾ ഒഴികെ. അപ്പൊ നിർബന്ധ നിസ്കാരത്തിന് പള്ളിയിൽ പോയി നിർവഹിക്കൽ നിർബന്ധമാക്കപ്പെട്ടവരാണ് പുരുഷന്മാര്. ആ പുരുഷന്മാര് അവര് പള്ളിയിൽ വെച്ച് ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്തുകൾ വീട്ടിലേക്കാണ് നീട്ടിവെക്കേണ്ടത്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് പുറപ്പെടേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച്. ഞാൻ ഉമ്മ ആയിഷ ബീവിയോട് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ രീതി. അപ്പൊ മഹദി എനിക്ക് പഠിപ്പിച്ചിരുന്നു, കാന യുസല്ലി ഫീ ബൈതി. വിധങ്ങളോട് സ്നേഹമുള്ള വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട സുന്നത്താ പറയുന്നത്. കാന യുസല്ലി ഫീ ബൈതി, എന്റെ വീട്ടിൽ വെച്ചാണ് നബിതങ്ങൾ നിസ്കരിക്കാറുള്ളത്. ഖബലൽ ളുഹ്രി, ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത്. ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്തിന്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാ പള്ളിക്ക് പോവാ. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളെ മാതിരി വീടും പള്ളിയായിട്ട് ഒരുപാട് ദൂരമൊന്നുമല്ല. ഒരു ചുമരിപ്പുറം പള്ളി, ഇപ്പുറം വീട്. അള്ളാന്റെ റസൂല് പള്ളിയിൽ ഇത്തികാഫിരിക്കുമ്പോ തല ഇങ്ങോട്ട് നീട്ടിവെച്ചു കൊടുക്കും. ആയിഷുമ്മ ബിവി തല ചീകി കൊടുക്കും. അപ്പൊ എവിടെ പള്ളിയും വീടും? അത്ര അടുത്താ. പക്ഷെ എന്നിട്ടും ഒന്നാണ്ട് കാല് വെച്ച 1000 മടങ്ങ് പുണ്യുള്ള പള്ളിയുണ്ട്. പക്ഷെ അവിടെ നിസ്കരിക്കൂല. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1000 മടങ്ങ് കൂലിണ്ട് എന്ന് പറയുന്ന മദീനത്തെ പള്ളിയിൽ ഒരു കാലെടുത്ത് വെച്ചിട്ട് നിസ്കരിക്കുന്നില്ല. സുന്നത്ത് നിസ്കാരം എവിടുന്നാ നിസ്കരിക്കുന്നത്? താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ എത്ര അതിൽ പുണ്യം ആഗ്രഹിച്ചു, അതിന്റെ മഹത്വം എത്രയാണ്. നമ്മളത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. ഇതൊന്നും പറയാനുള്ളതല്ല, വെറുതെ കേൾക്കാനുള്ളതല്ല. അവിടുന്ന് ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു. സുമ്മ യഖ്റുജു ഫയുസല്ലി ബിന്നാസി, പിന്നീട് ആ പള്ളിയിലേക്ക് പുറപ്പെട്ട് ജനങ്ങളെയും കൊണ്ട് ഫർദ് നിസ്കരിക്കുന്നു. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അത്തൈൻ, വീണ്ടും വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. ളുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പൊ അത്രയും പുണ്യം ഉണ്ടായിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ശ്രദ്ധ വെച്ചത്. നമുക്ക് ആ പുണ്യൊന്നും വേണ്ടതാണോ? എല്ലാ നന്മകളും കിട്ടിക്കഴിഞ്ഞ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇതിന് ശ്രദ്ധിക്കുകയാണ്. തീർന്നില്ല. വകാന യുസല്ലി ബിന്നാസിൽ മഗ്രിബ, ജനങ്ങളെയും കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മഗ്രിബ് നിസ്കരിച്ചാലും സുമ്മ യദ്ഖുലു, മഗ്രിബ് നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിലേക്ക് വന്നിട്ട് ഫയുസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കും. വയുസല്ലി ബിന്നാസിൽ ഇശാ, ജനങ്ങളെയും കൊണ്ട് ഇശാന്റെ ഫർദ് നിസ്കരിക്കുന്നു. വയദ്ഖുലു ബൈതി ഫയുസല്ലി റക്അത്തൈൻ, എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ബീവി അവസാനം പറയുന്നു, മഹദി പറയുകയാണ്, കാന ഇദാ ത്വലഅൽ ഫജ്ർ, ഫജ്റിന്റെ സമയമായാൽ, പ്രഭാതം പൊട്ടിപ്പുറപ്പെട്ട് അതേ ഫജ്റിന്റെ സമയമായി കഴിഞ്ഞാൽ സല്ലാ റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിച്ചതാ പള്ളിയിൽ കാണുക. അപ്പൊ അതാണ് നമ്മുടെ വിഷയം. രാവിലെ നമുക്ക് ആദ്യം നിർവഹിക്കാൻ കിട്ടുന്ന റവാത്തിബാണ് സുബഹിന്റെ മുമ്പുള്ള, അഥവാ സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള ബാങ്ക് വിളിച്ചതിന്റെ ശേഷം സുബഹി ഫർള് നിസ്കരിക്കുന്നതിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. അത് വീട്ടിൽ വെച്ച് നിർവഹിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, അതിന്റെ പുണ്യം കേട്ടോ. ഇദാ ഖദാ അഹദുകുമുസ് സ്വലാത്ത ഫീ മസ്ജിദിഹി ഫൽയജഅൽ ലി ബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ. അതേ, നിങ്ങളിൽ ഒരാൾ അവന്റെ പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൽയജഅൽ ലി ബൈതിഹി,
വീട്ടിലേക്ക് അവൻ മാറ്റിവെക്കട്ടെ. നസീബൻ മിൻ സലാത്തിഹി, അവന്റെ നിസ്കാരത്തിൽ നിന്ന് ഒരു ഓഹരി, ഒരു വിഹിതം വീട്ടിലേക്ക് മാറ്റിവെക്കട്ടെ. ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, ജായിലുൻ ഫീ ബൈതിഹി, അവന്റെ വീട്ടിൽ അല്ലാഹു നിശ്ചയിക്കുന്നതാണ്, മിൻ സലാത്തിഹി, ഇവന്റെ ഈ സുന്നത്ത് നിസ്കാരം കാരണമായിക്കൊണ്ട് ഖൈറാ, ധാരാളം ഖൈറ് അവന്റെ വീട്ടിൽ അല്ലാഹു നിശ്ചയിക്കുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നതിൽ അള്ളാഹു ഒരുപാട് ഖൈറ് തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കേട്ടോ, ഖൈറ് അല്ലാഹു തരും എന്ന് പറഞ്ഞാൽ ഐ കസീറൻ അദീമാ, വലിയ ഖൈറാണ് അതുകൊണ്ട് കിട്ടാനുള്ളത്. ലിഇമാറത്തിൽ ബൈതി ബിദിക്രില്ലാഹി വ തആതിഹി, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പടച്ച റബ്ബിന്റെ ഓർമ്മ ഇങ്ങനെ വരുന്നല്ലോ, അല്ലാഹുവിന്റെ ദിക്റല്ലേ നടക്കുന്നത്, പടച്ചവന് ഇഷ്ടമുള്ള കാര്യമല്ലേ നടക്കുന്നത്. വഹുദൂരിൽ മലായിക, നല്ല നല്ല സദസ്സുകളിൽ മലക്കുകൾ ഹാജരാവില്ലേ, നമ്മൾ നല്ല നല്ല കാര്യം പറയുമ്പോ, ഖുർആൻ ഓതുമ്പോ, നിസ്കരിക്കുമ്പോ മലക്കുകൾ അതാ ഹാജരാകുന്നു. വസ്തിബ്ശാരിഹിം, അവരതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു, അവര് സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ട്. വമാ യഹ്സുലു ലിഅഹ്ലിഹി മിൻ സവാബിൻ വ ബറകത്തിൻ, ധാരാളക്കണക്കിന് പുണ്യങ്ങളും കൂലികളും ബറക്കത്തുകളും ആ കുടുംബത്തിന് തന്നെ ഇത് മുഖേന കരസ്ഥമാകുന്നു. ഇതൊക്കെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്. ഇനിയും കണ്ടോ, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു, തതവ്വുഫിൽ ബൈതി അഫ്ളൽ, വീട്ടിൽ വെച്ചാണ് സുന്നത്ത് നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായത്. എന്നിട്ട് കാരണം പറയുന്നു, വലിയന്ന സ്വലാത്ത ഫിൽ ബൈതി, വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അഖ്റബു ഇലൽ ഇഖ്ലാസ്, കൂടുതൽ ഇഖ്ലാസ് കിട്ടാൻ ഏറ്റവും നല്ലതാണ് വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ. വഅബ്അദു മിനർ റിയാഇ, മറ്റുള്ളവരെ കാണിക്കുക എന്ന റിയായി ചിന്താഗതിയിൽ നിന്ന് അകന്ന ഒരവസ്ഥയാണ് വീട്ടിൽ വെച്ച് നിർവഹിക്കുമ്പോൾ. കാരണം വഹുവ മിൻ അമലി സിർരി, അത് വളരെ സ്വകാര്യമായ ഒരു പ്രവൃത്തിയാണല്ലോ. വഫിഅലുഹു ഫിൽ മസ്ജിദി അലാനിയ, പള്ളിയിൽ വെച്ചാകുമ്പോൾ അത് പരസ്യമായിട്ടല്ലേ ചെയ്യുന്നത്. വസ്സിർറു അഫ്ളലു, ഏറ്റവും സ്വകാര്യമായി ചെയ്യലല്ലേ ശ്രേഷ്ഠകരമായത്. ഫർള് നിസ്കരിക്കുമ്പോഴോ, ഫർള് നിസ്കരിക്കുമ്പോൾ ആരും നമ്മളെ നോക്കാൻ എല്ലാവരും ജമാഅത്തല്ലേ, എല്ലാവരും ജമാഅത്തിൽ പങ്കെടുക്കുകയാണ്. അത് കഴിഞ്ഞ് സുന്നത്തുകൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരുത്തൻ നോക്കുന്നുണ്ടെന്ന് കണ്ടാ ശൈത്താൻ നമ്മളെ മനസ്സിൽ ഇൻജക്ട് ചെയ്യണം. കണ്ടോ, ഒന്ന് നോക്കുന്നുണ്ട്, ഒന്ന് ഉഷാറാക്കിക്കോ, ഒന്ന് ഉഷാറാക്കിക്കോ. അപ്പൊ ഒരു കൂടുതൽ ഖൗഫും ഒരു ഖുശൂഉം ഒരു പ്രത്യേകമായ നീട്ടലും കുറുക്കലും ഒക്കെ കൂടി എന്താ മറ്റവും കാണുന്നുണ്ട്. അതിനുള്ള അവസരം ഇല്ലാതെയാക്കാൻ ഫർദ് നിസ്കാരം ഇമാമോടുകൂടി ജമാഅത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് ആരും കാണാതെ നിന്റെ വീട്ടിലേക്ക് പോയി ചെയ്തോ, നീയും നിന്റെ റബ്ബല്ലാതെ ഒരാളും അത് കാണാനില്ല. ഇനി അഥവാ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഭാര്യയാണ്, നിന്റെ മക്കളാണ്, അതവരെ കാണട്ടെ. അവര് നിസ്കാരം പഠിച്ചിട്ടില്ലെങ്കിൽ സുന്നത്തനുസരിച്ചുകൊണ്ടുള്ള നിന്റെ നിസ്കാരത്തിന്റെ രൂപം അറിയാത്ത ചെറിയ കുട്ടികൾ കണ്ട് പഠിക്കട്ടെ. അതും പണ്ഡിതന്മാർ അതിന്റെ ഒരു ഹിക്മത്തായിട്ട് പറയുന്നുണ്ട്. വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ചെറിയ മക്കളെ ഇങ്ങനെ നോക്കിയിരിക്കും. വാപ്പ നിസ്കരിക്കുന്നുണ്ടോ, വാപ്പ ഇങ്ങനെ റുക്കൂ ചെയ്യുക, എന്റെ വാപ്പ ഇങ്ങനെ സുജൂദ് ചെയ്യുക, എന്റെ വാപ്പ സുജൂദ് പോകുമ്പോ കാലിങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ വെക്കുക. കുട്ടികൾ ഇങ്ങനെ ചെറുപ്പത്തിലേ കണ്ടുപഠിക്കുക. അതിനെന്ത് ചെയ്യണം? വാപ്പത് ചെയ്യുമ്പോ സുന്നത്ത് പോലെ ചെയ്യണം. അപ്പൊ കുട്ടികളത് പകർത്തും. അതും കൂടെ പണ്ഡിതന്മാർ അതിലെ ഒരു യുക്തിയായിട്ട് പറയുന്നുണ്ട്. എന്താ? വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പറഞ്ഞതിൽ തദ്കീറുൻ നാസി, മറന്നുപോയ ആളുകൾക്ക് അതൊരു മുന്നറിയിപ്പ് കിട്ടും, പലതും പഠിക്കാൻ കഴിയും. വതഅലീമുൽ ജാഹിലി മിൻ അഹ്ലിൽ ബൈത്തി ഔ മൻ യറാ, തന്റെ വീട്ടിലത് കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലെ മെമ്പർമാർക്ക്, അറിയാത്തവർക്ക് പലതും ഇയാളുടെ നിസ്കാരത്തിൽ നിന്ന് പഠിക്കാനും അവസരം കിട്ടുന്നു. അപ്പൊ അതിനും കൂടി ഒരു ചാൻസ് ആണ്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഖൈറാണ് വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ. പക്ഷേ പണ്ഡിതന്മാരൊരു കാര്യം പറഞ്ഞു, ഇത് ശീലമില്ലാത്ത ആൾക്കാര് ശരിക്കും ഓർമ്മ വെച്ച് ചെയ്യണം. അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് നമ്മൾ വിചാരിക്കും വീട്ടിൽ പോയിട്ട് നിസ്കരിക്കടാ പുണ്യം, ഇന്നലെ ക്ലാസ് പറഞ്ഞു, വീട്ടിൽ ചെന്നപ്പോഴോ അത് മറന്നു. അങ്ങനെ മറക്കുമെങ്കിൽ പള്ളിയിൽ വെച്ച് ചെയ്തോ. അതല്ല, ശ്രദ്ധയോടെ തന്നെ വീട്ടിൽ വെച്ച് ഞാൻ നിർവഹിക്കും എന്ന നിലക്കാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതാണ് ശ്രേഷ്ഠത. എപ്പോഴും നടക്കൂല. നിങ്ങൾ പള്ളിയിലേക്ക് ബലുഹറിന് പോണത് വീട്ടിൽ നിന്ന് തന്നെ ആയിക്കൊള്ളുന്നുണ്ടോ? സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യുന്നിടത്തുനിന്നൊക്കെ ആയിക്കൂടെ? അപ്പൊ പിന്നെ ബാധകല്ല.
വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴായി പറയണം. നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിലായി പറയണം. അല്ല നിസ്കാരം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോവാണ്, പിന്നെ വാങ്ങിപ്പോ ഇവിടുന്ന് പുണ്യല്ലാന്ന് വിചാരിക്കണ്ട. വീട്ടിലേക്കാണോ പോകുന്നത്, വീട്ടിൽ നിന്നാണോ പുറപ്പെടുന്നത് എങ്കിൽ ഈ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. ഇത് ഏറ്റവും പുണ്യമുള്ളതാണ്. പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും പുണ്യമുള്ളതാണ്. അപ്പൊ ഫജ്റിന്റെ ഈ നിസ്കാരം, അതിന്റെ പുണ്യം നമ്മൾ പറഞ്ഞു, അത് നിർവഹിക്കേണ്ട സ്ഥലം നമ്മൾ പറഞ്ഞു. ഇനി ആ നിസ്കാരം ഒരാൾ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് നിസ്കരിച്ച സമയമായി എന്ന് വിചാരിച്ചു പള്ളിയിലേക്ക് ചെന്നപ്പോ അവിടെ നിസ്കാരം ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ ഇത്രയും പുണ്യമുള്ള സുന്നത്തല്ലേ എന്ന നിലക്ക് അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ വകുപ്പുണ്ടോ? ഇല്ല. ഫർള് നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സുന്നത്ത് നിസ്കാരത്തിന് വകുപ്പില്ല. എല്ലാവരും പഠിച്ചു വെക്കേണ്ട മസലകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാ ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, നിസ്കാരത്തിന്, ഫർദ് നിസ്കാരത്തിന് വേണ്ടി അതേ ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ സ്വലാത്ത, പിന്നൊരു നിസ്കാരം പാടില്ല, ഇല്ലൽ മക്തൂബ, ആ വിളിക്കപ്പെട്ട നിർബന്ധ നിസ്കാരം ഏതാണോ അതല്ലാത്ത ഒരു നിസ്കാരം പാടില്ല തന്നെ. അപ്പൊ നമ്മൾ ചെന്നപ്പോ സുബഹിന്റെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ, വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചതുമില്ല, മറന്നു. അങ്ങനെ പള്ളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഇക്കാമത്ത് കിട്ടു. എന്നാൽ പെട്ടെന്ന് പുറത്തെ പള്ളി എവിടെയെങ്കിലും ഒരു ചെരുവിൽ നിങ്ങളുടെ വേഗം 2 റക്അത്ത് നിസ്കരിക്കുക. ഇല്ല, വകുപ്പില്ല. നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വിളിക്കപ്പെട്ട നിസ്കാരമല്ലാത്തൊരു നിസ്കാരം വേറെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് ചെന്ന് നമ്മളാണ് കൈകെട്ടി ഫാത്തിഹ തുടങ്ങി അല്ലാഹു അക്ബർ ഇവിടെ ഫജ്റിന്റെ ഇഖാമത്തുവാണ് വിളിച്ചു. ഇനി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാല്ല, നിസ്കാരത്തിൽ നിന്ന് കയ്യാണ്ട് അയക്കുക. നിസ്കാരത്തിൽ ഞാൻ വിരമിച്ചു എന്ന് മനസ്സിൽ കരുതാൻ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുക. അവിടെ പണ്ഡിത ലോകത്ത് ചർച്ച ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വെറുതെ മുത്തുന്നോടത്തുനിന്ന് സലാം വീട്ടണോ? സലാം വീട്ടാ ഒന്നും പൂർത്തിയായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഇവിടെ ഫജ്റിന്റെ ഇഖാമത്ത് വിളിച്ചു കേട്ടാൽ പിന്നെ ഇവിടെ നിസ്കാരത്തിന് വകുപ്പില്ല. അതേ അവസരത്തിൽ പണ്ഡിതന്മാർ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, നിങ്ങളെ നിസ്കാരം 1 റക്അത്താണ് കഴിഞ്ഞിരിക്കുന്നത്, 2 റക്അത്തല്ലേ, 1 റക്അത്താണ് കഴിഞ്ഞ അടുത്ത ഫാത്തിഹക്ക് ഇങ്ങനെ ഏതാണ്ട് ഓതി റുക്കൂയിലേക്ക് പോകാൻ നേരത്തെ ഇഖാമത്ത്. അപ്പൊ അത് നിസ്കാരം ഇനിയിപ്പോ തീരാൻ റുക്കൂഴും സുജൂദൊക്കെ പെട്ടെന്നാണ് നിർവഹിച്ച് അത്തഹിയാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരൂല, ഫജ്റിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ ഫജ്റിൽ ആ റക്അത്ത് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സുന്നത്തിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതില്ല, ഒഴിവാകേണ്ടതില്ല. അത് പെട്ടെന്നാണ് പൂർത്തിയാക്കിയിട്ട് ജമാഅത്തിൽ കൂടെ. അതല്ല, ഈ സുന്നത്തിൽ നിങ്ങൾ വ്യാപൃതനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫജ്റിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇതിൽ നിന്ന് വിരമിച്ച് ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ പള്ളികളിലൊക്കെ പോയാൽ പലയിടത്തും കാണാം, അവിടെ സുബഹി ജമാഅത്ത് നടക്കുന്നുണ്ടാവും. കുറെ മനുഷ്യന്മാർ വല്ല വാശിയുള്ള മാതിരി ഓല ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് തന്നെ പോകുള്ളൂ. ചോദിച്ചാൽ പറയും, ഞങ്ങളെ ഹനഫികളാ, ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വിളിക്കപ്പെട്ട നിസ്കാരമല്ലാത്തൊരു നിസ്കാരം ഇല്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ഞാൻ ഇന്ന മദ്ഹബിന്റെ ആളാണ്, എനിക്ക് ഇന്ന അഭിപ്രായമാണെന്ന് പറഞ്ഞൊരു മാറ്റിവെക്കുന്ന ആള് അള്ളാന്റെ റസൂലിന്റെ വാക്കിനേക്കാൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കുകയല്ലേ സഹോദരങ്ങളെ ചെയ്യുന്നത്? അത് പാടുണ്ടോ? അത് നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? അള്ളാന്റെ റസൂൽ എന്തെങ്കിലും പറയട്ടെ. ചില ആൾക്കാരില്ല അങ്ങനെ, അള്ളാന്റെ റസൂൽ എന്തോ പറഞ്ഞോട്ടെ, എന്റെ ബുദ്ധിയായി എനിക്ക് വലുത്, അല്ലെങ്കിൽ എന്റെ നേതാവ് പറഞ്ഞതാ എനിക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറെ ആളുകളില്ലേ. അള്ളാന്റെ റസൂൽ പറഞ്ഞിടത്ത് നിൽക്കണം. ഇവിടെ എന്താ, ഇവിടെ എന്റെ നേതാവ് അതാ പറഞ്ഞതെന്നാ പറഞ്ഞിട്ട്, എന്റെ നേതാവ് അതാ പറഞ്ഞത്. നേതാവിന് അതിനെ സംബന്ധിച്ചുള്ള ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അദ്ദേഹം വന്നങ്ങനെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം അതിന് കുറ്റക്കാരനല്ല, കാരണം അദ്ദേഹത്തിന് ആ ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇമാമിങ്ങളുടെ ഒക്കെ അഭിപ്രായരാ, ഇമാമിങ്ങളൊന്നും വാശിക്കാരല്ല. ഒരു സത്യം മനസ്സിലായിട്ട് സത്യത്തിനെതിരെ സംസാരിക്കുന്നവരല്ല മഹാന്മാരായ ഇമാമിങ്ങളൊന്നും. അവർക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഫത്വ പറയാ, അവര് നിയമം പറയാ. അതിനെതിരെ നിങ്ങൾ ഹദീസ് കണ്ടാൽ എന്റെ അഭിപ്രായത്തെ തള്ളിയിട്ട് നിങ്ങൾ ആ ഹദീസിനെ സ്വീകരിക്കണം എന്നാണ് മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ
അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായത്തിനെതിരെ നിങ്ങൾ ആയത്തോ ഹദീസോ കണ്ടാൽ എന്റെ അഭിപ്രായത്തെ മതിലിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂലിന്റെ അഭിപ്രായത്തെ നിങ്ങൾ സ്വീകരിക്കണം. അതൊക്കെ വിനയുള്ള നേതാക്കന്മാരാണ്. ഇന്ന് അങ്ങനല്ല. ഞാൻ പണ്ടൊന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പണ്ടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം പറഞ്ഞോനെ ഞാൻ പിടിച്ചു പുറത്താക്കും എന്ന് പറയുന്ന നേതാക്കളാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെയായിരുന്നു. അവരാണ് നേതാക്കൾ, അവരാണ് ഇമാമുകൾ, അവരാണ് നമ്മുടെ മാതൃക. നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? ഫജ്ർ നിസ്കാരം അവിടെ നടക്കുകയാണ്. അത് നടക്കുമ്പോ തന്നെ ഞാൻ നിസ്കരിച്ചിട്ടേ ജമാഅത്ത് പങ്കെടുക്കും. എന്റെ നേതാവ് അതാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ചില കക്ഷികൾ നിന്നിട്ട് നിസ്കരിക്കുക പാടില്ല സഹോദരങ്ങളെ, പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൃത്യമായ വചനമാണ്, ഇദാ ഖീമത്തിസ് സലാ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, നിർബന്ധമായ നിസ്കാരമല്ലാത്ത വേറൊരു നിസ്കാരം പിന്നെ ഇല്ല. ഇനി സഹോദരങ്ങളെ, ഇതിന്റെ പുണ്യം നമ്മൾ അപ്പൊ നമ്മൾക്ക് ഒരു സംശയം ഉണ്ടാവും. എന്നാ പിന്നെ നമ്മൾ എന്താ പിന്നെ വകുപ്പ്? ഇങ്ങനെ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ഇത്രയും പുണ്യമുള്ള ഒരു നിസ്കാരം, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ നിസ്കാരം, ഇതൊരാൾക്ക് നിർവഹിക്കാൻ കഴിയാതെ പോകുന്നൊരു വലിയ കഷ്ടല്ലേ? സംഗതി വശാൽ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയതുമില്ല, പള്ളിയിൽ ചെന്നപ്പോൾ ജമാഅത്ത് തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇനി അയാൾക്കിത് വീണ്ടെടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ? ഉണ്ട്, ആശക്ക് വകുപ്പുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. എന്താ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നു, പുറപ്പെട്ടു വന്നു. ഫഖീമത്തിസ് സലാ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടു. ഫസല്ലൈതു മഅഹു സുബ്ഹ്, ഞാൻ നബി തങ്ങളുടെ കൂടെ ആ നിസ്കാരത്തിൽ സുബ്ഹി നിസ്കരിച്ചു പങ്കുചേർന്നു. സുമ്മൻസറഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതേ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്, നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ തിരിഞ്ഞു പോരുമ്പോൾ ഫവജദനി യുസല്ലി, ഞാൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ഖൈസ്, എന്താ ഖൈസ്, നിക്കട്ടെ അവിടെ അസ്സലാത്താനിമാൻ, എന്താ രണ്ട് നിസ്കാരം, സുബഹിക്കേഷൻ സുന്നത്തില്ലല്ലോ, രണ്ട് നിസ്കാര എന്നെന്നോട് ചോദിച്ചപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നീലമ്മക്കും റകഅത്തയിൽ ഫജ്രി, സംഗതി വശാൽ ഇന്നത്തെ ഫജ്റിന്റെ 2 റകഅത്ത് നിസ്കരിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്കിൽ ഫലായിദൻ, പിന്നെ കുഴപ്പമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അംഗീകാരം കിട്ടി. ഇസ്ലാമിൽ ഒരു കാര്യം സുന്നത്താകുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് മുഖേനയാവാം, പ്രവൃത്തി മുഖേനയാവാം, അംഗീകാരം മുഖേനയുമാവാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൺമുമ്പിൽ വെച്ച് തന്റെ സ്വഹാബിയതാ നിസ്കാരം കഴിഞ്ഞിട്ട് 2 റകഅത്ത് നിസ്കരിക്കുകയാണ്. എന്താണ് ആ നിസ്കാരം എന്ന് ചോദിച്ചപ്പോൾ, ഫജ്റിന്റെ 2 റകഅത്ത് ഇന്ന് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, അത് ഞാൻ വീണ്ടെടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അതിന് സമ്മതിച്ചു കൊടുക്കുന്നു, അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് സംഗതി വശാൽ എപ്പോഴും ആ നിസ്കാരത്തിൽ കണിശത പുലർത്തുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിൽ അങ്ങനെ സാധ്യമായിട്ടില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷം അത് വീണ്ടെടുക്കാൻ അനുവാദമുണ്ട് എന്ന് വിചാരിച്ച് എന്നും ഇതൊരു സുന്നത്താക്കരുത്. കിട്ടിപ്പോയി, ഇനിയിപ്പോ ഏതായാലും ഫജ്ർ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിസ്കരിക്കുക. അപ്പൊ അതൊരു റവാത്തിബ് സുന്നത്ത് നമ്മൾ നിശ്ചയിക്കലായി. ഫജ്റിന്റെ ശേഷമാണെങ്കിൽ ഫജ്ർ നിസ്കാരം ഫർള് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 റകഅത്ത് സുന്നത്ത് ഇല്ലതാണ്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് വീണ്ടെടുക്കാം. ഇനി അതല്ലെങ്കിലോ, അപ്പൊ കഴിഞ്ഞില്ലെങ്കിലോ, സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം സൂര്യോദയം നടന്നിട്ട് സൂര്യോദയം നടന്ന ഉടനെ സുന്നത്ത് നിസ്കരിക്കൽ വിരോധിക്കപ്പെട്ട നേരമാണ്. നിസ്കാരം വിരോധിക്കപ്പെട്ട 2-3 സന്ദർഭങ്ങളിൽപ്പെട്ടതാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കെ നിസ്കാരം വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യൻ ഉദിച്ച് പണ്ടത്തെ കണക്ക് പ്രകാരം ഖദ്റ റുംഹിൻ എന്നാ പറയാ, ഒരു കുന്തത്തിന്റെ ഉയരം. അഥവാ ഇന്നത്തെ നമ്മുടെ കണക്കനുസരിച്ച് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഉദയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കരിക്കാൻ അനുവാദമുള്ള സമയം തുടങ്ങി. അവിടെ മുതൽക്ക് നമ്മൾ ളുഹായുടെ സമയം തുടങ്ങുകയാണ്, ളുഹാ നിസ്കരിക്കേണ്ട സമയം തുടങ്ങുകയാണ്. അപ്പൊ ആ സമയത്തും നമുക്കിത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടെടുക്കാം. 2 രൂപത്തിലും നമുക്കത് നിർവഹിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ 2 റകഅത്തിൽ എന്താ ഓതൽ സുന്നത്ത്?
സാധാരണ സുന്നത്ത് നിസ്കാരങ്ങൾ റവാത്തിബുകളിൽ നമുക്കങ്ങനെ സുന്നത്തൊന്നും ഫാത്തിഹയ്ക്ക് ശേഷം വേണ്ടതില്ല. പ്രത്യേകം ഓതിയ പുരുഷൊന്നുമില്ല, തെറ്റൊന്നുമില്ല, കൂലിയുണ്ട്. അതേ അവസരത്തിൽ അതാ ഫജറിന്റെ 2 റക്അത്ത് ഫർള് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഫജറിന്റെ 2 റക്അത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറഅ ഫീ റക്അത്തയിൽ ഫജ്രി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂന സൂറത്ത്, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത്. എന്നും ഇതന്നെ കൊണ്ടു നടക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ മാറ്റി മാറ്റി ചെയ്താൽ നമ്മളും മാറ്റി മാറ്റി ചെയ്യണം. ഇതല്ലാത്ത വേറെ നബി ഓതിയിട്ടുണ്ടോ? ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഫീ റക്അത്തയിൽ ഫജ്രി, ഫജ്റിന്റെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്നു സൂറത്തുൽ ബഖറയിലെ 136ാമത്തെ ആയത്ത്. സൂറത്തുൽ ബഖറ 136ാമത്തെ ആയത്ത് എന്താ? ഖൂലൂ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്തി വമാ ഊതിയ മൂസാ വഈസാ വമാ ഊതിയ അന്നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഇത് ഒന്നാമത്തെ റക്അത്തിൽ ഒറ്റ ആയത്തുള്ളൂ. ഒന്നാമത്തെ റക്അത്ത് എന്തായാലും പറയണത് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം ഉറപ്പിക്കണ ആയത്ത. ഓരോ നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ കടക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാഖിനും യാക്കൂബിനും സന്താന പരമ്പരകൾക്കും മൂസാക്കും ഈസാക്കും അലൈഹിമുസ്സലാം എല്ലാവർക്കും നൽകപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആർക്കിടയിലും ഞങ്ങളൊരു വിവേചനവും കൽപ്പിക്കുന്നില്ല. ഒരു നബി പോക്കാണ്, മറ്റേ നബി മുന്തിയതാണ് എന്നിങ്ങനെ നബിമാരെ ഞങ്ങൾ തള്ളിക്കളയൂല. എല്ലാവരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളെല്ലാം അല്ലാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളെ തന്നെ. നമ്മുടെ ആ വിശ്വാസം ഉറപ്പിക്കുന്ന ആയത്ത്. രണ്ടാമത്തെ റക്അത്തിൽ ആലു ഇമ്രാൻ സൂറത്തിലെ 64ാമത്തെ ആയത്തും ഓതിയിട്ടുണ്ട്. അതെന്താണ്? ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവായിൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈആ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ. ഏ വേദക്കാരെ, വരൂ, നമുക്കും നിങ്ങൾക്കുമിടയിൽ യോജിക്കാവുന്ന പോയിന്റിലേക്ക്, നമുക്കും നിങ്ങൾക്കുമിടയിൽ യോജിക്കാവുന്ന കലിമത്തിലേക്ക് വരൂ. അതെന്താണെന്നോ, അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കരുത്, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്, നമ്മിൽ ചിലരെ അല്ലാഹുവിന് പുറമെ റബ്ബുകളാക്കി സ്വീകരിക്കരുത്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിച്ചോ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. നിങ്ങൾ ഓട വഴിക്ക് പോയിക്കോ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഇസ്ലാമും ഈമാനും മരക്കിട്ട് ഉറപ്പിക്കുന്ന 2 വചനങ്ങൾ ഫജ്റിന്റെ റക്അത്ത് 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ ഇങ്ങനെയും രണ്ടാമത്തെ റക്അത്തിൽ ഇങ്ങനെയും നബി തങ്ങൾ ഓതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ നമ്മുടെ ഒരു ദിവസം വളരെ കൃത്യമായി മുസ്ലിമിന്റെ ഒരു ദിവസം തന്നെ ആയിരിക്കണം. അതിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ ഫضലും അവന്റെ വലിയ ഔദാര്യവും അവന്റെ അടുക്കൽ നിന്നുള്ള ബറക്കത്തും റഹ്മത്തും ഒക്കെ പ്രവൃത്തികളിലൂടെ നമ്മൾ ചെയ്ത് അല്ലാഹുവിങ്കൽ നിന്ന് ആശിക്കണം, ആഗ്രഹിക്കണം. അത് നമ്മുടെ കുടുംബങ്ങൾക്ക് ആ സന്ദേശം കൈമാറണം, നമ്മുടെ മക്കൾക്കത് കൈമാറണം. ആ നിലക്ക് നമ്മുടെ ഗൃഹാന്തരീക്ഷം മാറണം, വളരണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും നമുക്കൊരു ദിവസത്തിൽ പാലിക്കേണ്ടത് മര്യാദകൾ വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആഫിയത്തും ആരോഗ്യവും നൽകിക്കൊണ്ട് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാർ. എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളിലും നാഥന്റെ തുണയുണ്ടാകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.